വാർത്തകൾ വിശദമായി നോക്കാം. കോഴിക്കോട് പുതിയ നിപ പോസിറ്റീവ് കേസുകളില്ല. 5 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമ്പർക്ക പട്ടിക 1192 ഉയർന്നു. നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി. ഇന്നലെ രാവിലെ മുതൽ ഇന്ന് ഈ സമയം വരെ നമുക്ക് പുതിയ പോസിറ്റീവ് കേസസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഇന്ന് പുതുതായിട്ട് 5 പേരെ കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ആയ പേഷ്യൻസുമായി എപ്പിഡമോളജിക്കൽ ലിങ്ക് ഉള്ളവരാണ്, അതായത് അവരുമായിട്ട് കോണ്ടാക്ട് ഉള്ളവരാണ് ആശുപത്രിയിൽ ഐസൊലേഷനിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, അതുപോലെ നമുക്ക് ലഭിച്ച വിവരങ്ങൾ ഈ ഔട്ട്ബ്രേക്ക് നിയന്ത്രണ വിധേയമാണ് എന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. ഇതുവരെ നമ്മൾ ട്രേസ് ചെയ്തിട്ടുള്ള കോണ്ടാക്റ്റുകൾ 1192 ആണ്. ഇന്ന് ട്രേസ് ചെയ്തത് 97 കോണ്ടാക്ട്സ് ആണ്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, ആശ്വാസകരമായ ഒരു വാർത്ത, നിപ നിയന്ത്രണ വിധേയമെന്നാണ്. ആർക്കും ഇന്ന് പോസിറ്റീവ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അടക്കം അവധിയിൽ മാറ്റം വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അതിന ഇന്ന് പ്രധാനമായും ഇന്ന് വരെ കണ്ടെത്തിയത് നിപ സമ്പർക്കവുമായി ബന്ധപ്പെട്ട 1192 പേരുടെ സമ്പർക്കമാണ് കണ്ടെത്തിയത്. ഇന്ന് മാത്രം കണ്ടെത്തിയത് 97 പേരെയാണ്. 22,208 വീടുകളിൽ ഇതുവരെയായി ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തി. ഏറ്റവും പുതിയൊരു ആശ്വാസം, അതായത് നിപ നിയന്ത്രണ വിധേയമായി തുടങ്ങി എന്നുള്ള ഒരു ആശ്വാസകരമായൊരു വിവരമാണ് മന്ത്രി ഇന്ന് പങ്കുവച്ചത്. അതേസമയം തന്നെ ഇനിയിപ്പോൾ 51 സാമ്പിളുകൾ ശേഖരിച്ചതിന്റെ പരിശോധനാ ഫലം കൂടി ഇന്ന് രാത്രിയോടുകൂടി വരാനുണ്ട് എന്നുള്ളതും ഉണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെയായി ആകെ 181 പേരുടെ സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി ശേഖരിച്ചത്. അതിൽ 124 പേരുടെ ഫലം നെഗറ്റീവ് ആയിട്ടുണ്ട്. 6 പേർക്ക് നിപ ബാധ കണ്ടെത്തി, 2 പേർ മരിച്ചു, 4 പേർ ചികിത്സയിലുമാണ്. ചികിത്സയിലുള്ളവരുടെ നിലയിലും പുരോഗതി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ വെന്റിലേറ്ററിൽ കഴിയുന്ന 9 വയസ്സുള്ള കുട്ടിയുടെ ആരോഗ്യനിലയിലും പുരോഗതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പുറമേ ആണ് ഇനിയിപ്പോൾ 51 പേരുടെ ഫലം ഇന്ന് രാത്രിയോടുകൂടി പുറത്തു വരാനുള്ളത്. മാത്രമല്ല, മറ്റൊരു നിർണായകമായ കണ്ടെത്തൽ, നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് പറഞ്ഞൊരു കാര്യം അത് ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ആദ്യം മരിച്ചയാളും രണ്ടാമത് മരിച്ചയാളും തമ്മിൽ സമ്പർക്കമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. കൂടാതെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന നിപ ബാധിതരുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുന്ന കാര്യം പരിശോധിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. അതേസമയം തന്നെ മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞത്, നിപയുമായി ബന്ധപ്പെട്ട് ചികിത്സയിലുള്ള രോഗികൾ തൽക്കാലം ബില്ല് അടക്കേണ്ടതില്ലെന്ന് മിംസ് ആശുപത്രി മാനേജ്മെന്റ് മന്ത്രി അറിയിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ സർക്കാർ പിന്നീട് തീരുമാനിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, തെറ്റായ സന്ദേശം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിന് ഒരാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അയാള് വാട്സപ്പിലൂടെ തെറ്റായ ഒരു ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ചു എന്നാണ് കേസ്. ഒപ്പം തന്നെ നിയന്ത്രണം ലംഘിച്ച് പരിപാടി നടത്തിയതിന് മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തു. അത് കോഴിക്കോട് ജില്ലയിൽ ഇന്ന് സെലക്ഷൻ ട്രയൽസ് നടത്തിയതിന് ജില്ലാ സ്പോർട്സ് കൗൺസിലിനെതിരെയാണ് സർക്കാർ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത്രയുമാണ് പ്രധാനമായും ഇന്ന് കാര്യങ്ങൾ വിശദീകരിച്ചത്. കൂടാതെ ഇന്ന് 5 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഈ നിലവിൽ ഏറ്റവും അവസാനമായി നിപ രോഗം സ്ഥിരീകരിച്ച ആളെ പരിശോധിച്ച ആരോഗ്യ പ്രവർത്തകയ്ക്ക് രോഗലക്ഷണം ഉണ്ട് എന്നുള്ള കാര്യം കൂടി മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ആതിര. റിയാസ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം 23 വരെയാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചത്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നിയന്ത്രണങ്ങളൊക്കെ ഇനിയും തുടരുന്നുണ്ടോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പുതിയ ഉത്തരവ് പ്രകാരം ഈ മാസം 18 മുതൽ 23 വരെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങാനുള്ള സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം വിദ്യാലയങ്ങൾക്ക് ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങാനുള്ള നിർദ്ദേശവും സർക്കാരിന്റെ ഭാഗത്തും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും കൈറ്റിന്റെ നേതൃത്വത്തിലുള്ള G-സ്യൂട്ട് സംവിധാനം ഉപയോഗിച്ച് ഈ ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങാനുള്ള സജ്ജീകരണങ്ങളാണ് ക്രമീകരിച്ചത്. G-സ്യൂട്ട് സംവിധാനവുമായി ബന്ധപ്പെട്ട് ഒരു സ്കൂളിലെ, അതായത് സന്നദ്ധരായ സ്കൂളിലെ 3 അധ്യാപകർക്ക് സർക്കാർ തന്നെ പരിശീലനം നൽകാനുള്ള സംവിധാനവും
ആലോചിക്കുന്നുണ്ട്. മാത്രമല്ല ഈ 23 വരെ സ്കൂളുകൾക്ക് അവധി നൽകി 23 വരെ ഉള്ള ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും നിലവിൽ നടക്കുക. മാത്രമല്ല കുട്ടികളെ ട്യൂഷൻ സെന്ററുകൾ അടക്കമുള്ള അല്ലെങ്കിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ള മദ്രസകളും അങ്കണവാടികളും പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾ ഒരിക്കലും നേരിട്ട് വരേണ്ടുന്ന സാഹചര്യം ഉണ്ടാക്കരുത് എന്നൊരു കർശന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അത്തരം സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കാവുന്നതാണ് എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആതിര. ശരി റിയാസ്, കോഴിക്കോട് പുതിയ നിപ പോസിറ്റീവ് കേസുകളിൽ 5 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമ്പർക്ക പട്ടിക 1192 ഉയർന്നു. നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും റിയാസ് KM.